ഓണാക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓടിച്ചു പറയുകയാണ്. ഇന്നലെ പറഞ്ഞത് പ്രിന്റിങ് കമ്പ്യൂട്ടറിലേക്ക് നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് എങ്ങനെ കൊടുക്കുന്നു, കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു, ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് പ്രിന്റ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുന്നു അത് ഇൻവേർട്ടഡ് കോമയ്ക്കകത്താണെങ്കിൽ അത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇൻവേർട്ടഡ് കോമ ഇല്ലെങ്കിൽ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. പിന്നെ ഇൻപുട്ട്, നമുക്ക് ഒരു ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ. ഇത് വർക്ക് ചെയ്യുന്നത് ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് എന്ത് എഴുതുന്നോ അത് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കും. എന്നിട്ടൊരു വാല്യൂ എൻ്റർ ചെയ്യാനൊരു സ്പേസ് കാണിക്കും. അവിടെ നമ്മൾ വാല്യൂ എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇൻപുട്ട് ഉപയോഗിച്ച് ഏതൊരു വാല്യൂ ആണോ വേരിയബിളിലേക്ക് സ്റ്റോർ ആവുന്നത് അത് സ്ട്രിംഗ് ടൈപ്പിലായിരിക്കും സ്റ്റോർ ആവുക. അതിൻ്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആയിരിക്കും. ആ സ്ട്രിംഗ് നമുക്കിപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണെങ്കിൽ ആ സ്ട്രിംഗ് മാറ്റി ഇൻറ്റിജറോ ഫ്ലോട്ടോ ആക്കണം. ഇൻറ്റിജറോ ഫ്ലോട്ടോ ആക്കണമെങ്കിൽ, ഇപ്പോൾ ഫ്ലോട്ടാണ് ആക്കണമെങ്കിൽ ഫ്ലോട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഏത് വേരിയബിളിനെയാണോ ഫ്ലോട്ടാക്കി മാറ്റേണ്ടത് ആ വേരിയബിൾ കൊടുക്കുക. വേണമെങ്കിൽ ഒരു പുതിയ വേരിയബിളിലേക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ഓഫ് പൈ എന്ന് നമ്മുടെ കാൽക്കുലേഷനിൽ ഉപയോഗിക്കാം. ഇത് രണ്ട് കാര്യമാണ് ഇന്നലെ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതിലെ പലതരം ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു. അസൈൻമെന്റ് ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇത്രയും പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ്മെന്റും എക്സ്പ്രഷൻ തമ്മിലുള്ള ഡിഫറൻസും പറഞ്ഞു. ഇത്രയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട്, ഇന്നലെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. ഒരു എക്സസൈസ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ വെൻ ദ റേഡിയസ് ഈസ് ഗിവൺ ആസ് ഇൻപുട്ട്. നമ്മളൊരു സർക്കിളിന്റെ റേഡിയസ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ആ റേഡിയസ് ഉപയോഗിച്ചിട്ട് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിച്ചിട്ട് അത് പ്രിന്റ് ചെയ്ത് നമ്മളെ കാണിക്കണം. ഇതിനുള്ള ഒരു പ്രോഗ്രാം എഴുതണം. ഇത് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ മാത്രം മതി നമുക്ക്. ഇന്നലെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങൾ മാത്രം വെച്ച് നമുക്ക് ഈ പ്രോഗ്രാം എഴുതാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഒരു 5-6 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. ഇത് എഴുതിയിട്ട് എനിക്കൊന്ന് അയച്ചു തരാം.
ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഒരു അൽഗോരിതം പറഞ്ഞേ. ഇതിന്റെ ഈ ഏരിയയും പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം പറഞ്ഞു. അൽഗോരിതം എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഓരോ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1 എന്തായിരിക്കും? റേഡിയസ് and സ്റ്റെപ്പ് 1 എന്തായിരിക്കും? റേഡിയസ് and സ്റ്റെപ്പ് 1 നമുക്ക് റേഡിയസ് ഇൻപുട്ടായിട്ട് എടുക്കണം. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 1. റേഡിയസ് ഒരു യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടാക്കി ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 1. എന്നിട്ട് എന്ത് ചെയ്യണം? ആ റേഡിയസ് ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയയുടെ ഇക്വേഷൻ എന്താ πr². ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കണം. അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അത് മറ്റൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഏരിയ ഈക്വൽ ടു ഏരിയ, പ്രിന്റ് പെരിമീറ്റർ ഈക്വൽ ടു പെരിമീറ്റർ. അങ്ങനെ പ്രിന്റ് ചെയ്യണം. ഇതാണ് സ്റ്റെപ്സ്. അപ്പൊ ഇനി അത് എഴുതിയാൽ മതി. ഫസ്റ്റ് എങ്ങനെയാ? റേഡിയസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. റേഡിയസ് ഈക്വൽ ടു ഇൻപുട്ട് enter the radius of the circle എന്ന് കൊടുക്കുക. ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ്റർ ദ റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് നമ്മളെ കാണിക്കും. നമ്മളിപ്പോൾ ഒരു റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ 5 എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. 5 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഈ 5 എന്നുള്ള വാല്യൂ റേഡിയസ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആയി. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ഈ റേഡിയസ് ഇപ്പൊ ഇൻപുട്ട് വഴിയാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 എന്ന് നമ്മൾ അടിച്ചു കൊടുത്തത് ഒരു നമ്പർ ആയിട്ടല്ല ഇതിലേക്ക് സ്റ്റോർ ആയിരിക്കുന്നത്. ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിപ്പോ സ്ട്രിങ് ആണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിന്റ് ടൈപ്പ് ഓഫ് റേഡിയസിന്റെ ടൈപ്പ് എന്താണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് കണ്ടോ? സ്ട്രിങ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ 5 എന്നുള്ള ഇത് നമ്പർ ആയിട്ടല്ല, ഇതിൽ ഒരു സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഒരു ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് റേഡിയസ് ഇൻറ്റിജർ മാത്രമല്ലല്ലോ, ഫ്ലോട്ടും കൂടെ ആകാം, ഡെസിമൽ പ്ലേസ് വരാം. അപ്പോൾ ഈ റേഡിയസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലോട്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനുള്ള സ്റ്റെപ്പ് എന്താ? റേഡിയസ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് റേഡിയസ്. ഇപ്പൊ ഈ റേഡിയസിനെ ഇപ്പൊ സ്ട്രിങ് ആണ്, അതിനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റേഡിയസിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ പ്രിന്റ് ടൈപ്പ് ഓഫ് റേഡിയസിന് ഇവിടെ ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും കിട്ടുക? കണ്ടോ? ഇപ്പൊ അത് ഫ്ലോട്ട് ആയി. നേരത്തെ സ്ട്രിങ് ആയിരുന്നു, ഇപ്പൊ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ?
പൈ ആർ സ്ക്വയർ. പൈയുടെ വാല്യൂ കൊടുക്കണം ഇവിടെ 3.14 ഇൻറ്റു ആർ സ്ക്വയർ ആണ്. ഇൻറ്റു മൾട്ടിപ്ലിക്കേഷന് വേണ്ടി പൈത്തണിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാ? സ്റ്റാർ ആണ്. സ്റ്റാർ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് വെച്ചാൽ ഇവിടെ റേഡിയസ് സ്ക്വയർ. റേഡിയസ് സ്ക്വയർ. സ്ക്വയർ എടുക്കാൻ ഉള്ള ഓപ്പറേറ്റർ എന്താ? ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കിട്ടും, പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതാണ്. അപ്പൊ റേഡിയസിന്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കാനുള്ള എക്സ്പോണൻഷിയേഷന്റെ സിമ്പിൾ എന്താ? പൈത്തണില് 2 സ്റ്റാർ ആണ്. 2 സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ റേഡിയസ് പവർ 2 എന്ന് വരും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നു, റൺ ചെയ്യുമ്പോൾ ഏരിയ ഇത് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഏരിയയിലേക്ക് സ്റ്റോർ ആവും. പിന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഈക്വൽ ടു, പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? 2πr. 2 ഇൻറ്റു സ്റ്റാർ പൈ. പൈക്ക് 3.14 സ്റ്റാർ റേഡിയസ് കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസ് എന്നുള്ള വാല്യൂ പെരിമീറ്ററിലേക്ക് സ്റ്റോർ ആയി. പെരിമീറ്റർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ഇത് രണ്ടും പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു, കോമ ഇട്ടിട്ട് എന്ത് കൊടുക്കും? ഏരിയ എന്ന് കൊടുക്കും. അതുപോലെ തന്നെ പെരിമീറ്റർ പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് perimeter of the circle equal to perimeter. റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 78.5 എന്നും പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 31.4 എന്നും കിട്ടി. ഇത് മനസ്സിലായോ എങ്ങനെ ചെയ്തത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇൻപുട്ട് വഴി ഒരു വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തത് അത് സ്ട്രിങ് ആയിരിക്കും, അതിനെ ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ ഈ എക്സ്പോണൻസിയേഷൻ ഉപയോഗിക്കുന്ന ഡബിൾ സ്റ്റാർ ആണ്, അതും ഒന്ന് അറിഞ്ഞിരിക്കണം. അത്ര ഉള്ളൂ. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായെങ്കിൽ അടുത്ത എക്സസൈസ് 3 കൊടുത്തിരിക്കുന്ന ഒന്ന് ചെയ്തേ. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു കൺവേർട്ട് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. അപ്പൊ നമ്മൾ സെൽഷ്യസിൽ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഫാരൻഹീറ്റില് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതിനുള്ള ഒരു പ്രോഗ്രാം എഴുതണം. ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് എങ്ങനെ മാറ്റാം. ഫാരൻഹീറ്റിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എഴുതിയിട്ടൊന്ന് പറഞ്ഞു. പോയിന്റ് ഡെസിമൽ വാല്യൂസ് ഒക്കെ വരില്ലേ?
Recording in progress. ഹലോ, ഇനി നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ചേ, കേൾക്കാൻ പറ്റുമോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ മൊബൈലോട് കണക്ട് ചെയ്തു. ഇനി എക്സസൈസ് 3 എന്ത് ചെയ്ത് നോക്കി. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സെൽഷ്യസ് ഡിഫൈൻ ചെയ്യല്ലേ? സെൽഷ്യസ് ഡിഫൈൻ ചെയ്യല്ല, സെൽഷ്യസ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻപുട്ട് സെൽഷ്യസ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു, അത് നമ്മൾ സെൽഷ്യസ് തന്നെ എടുക്കുന്നു. അതായത് പിന്നെ അത് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് സെൽഷ്യസ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് സെൽഷ്യസ് തന്നെ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. അപ്പൊ സെൽഷ്യസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇൻപുട്ട് enter the value of enter the temperature in Celsius എന്ന് കൊടുക്കാം. ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ enter the temperature in Celsius കാണിക്കും, എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് കാണിക്കും. അപ്പൊ ഇതിലേക്ക് സ്റ്റോർ ആവും. ഇനി എന്താ ചെയ്യേണ്ടത്? അതിനെ ഫ്ലോട്ടിലേക്ക് മാറ്റില്ലേ? അതിലെ ഫ്ലോട്ടിലേക്ക് മാറ്റാം. ഫ്ലോട്ടിലേക്ക് മാറ്റണമെങ്കിൽ സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് സെൽഷ്യസ്. അതിന് പകരം ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. ഇവിടെ ഇൻപുട്ടിന് മുന്നിൽ ഫ്ലോട്ട് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റിൽ. ഇങ്ങനെ ചെയ്താലും പറ്റും. ഇങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ ഇൻപുട്ട് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് സെൽഷ്യസ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെയും പറ്റും. ഇവിടെ ഒരു സെൽഷ്യസ് ഒരു വാല്യൂ കൊടുക്കാം, 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം തിളക്കുന്ന ഫാരൻഹീറ്റിൽ എത്രയാണെന്ന് നോക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ഈക്വേഷൻ അതുപോലെ കൊടുക്കണം. ഈക്വേഷൻ അതുപോലെ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് വാല്യൂ കിട്ടി. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 212 ഫാരൻഹീറ്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് സ്ട്രിങ് ആയിരിക്കും, സ്ട്രിങ്ങിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇതുവരെ 3 പ്രോഗ്രാം നമ്മൾ എഴുതി. ഒന്ന് വേരിയബിൾ സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി, ഇത് സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതി, പിന്നെ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്കാണ് സ്ട്രിങ്സ്.
നമ്മളിവിടെ ഡേറ്റ ടൈപ്പ് പറഞ്ഞല്ലോ, ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ. അതിൽ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. സ്പെഷ്യൽ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കളക്ഷൻ ഓഫ് ക്യാരക്ടർ ആണ്. ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടറിനെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് സ്ട്രിങ് എന്ന് പറയാം. ഒരു വാക്കാകാം, ഒരു സെന്റൻസ് ആകാം, ഒരു നമ്പർ ആണെങ്കിൽ പോലും അതിനെ 2 ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അതിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റിജറും ഫ്ലോട്ടും ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻസ്, ഇപ്പൊ ഇൻറ്റിജർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനത്തെ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. അതുപോലെ സ്ട്രിങ്സ് എന്ന വേരിയബിളിലും കുറെ ഓപ്പറേഷൻസ് നമുക്ക് നടത്താൻ പറ്റും. അതാണ് നമ്മൾ ഇപ്പൊ നോക്കുന്നത്. സ്ട്രിങ്സ് എന്ന് വെച്ചാൽ എന്താ? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് സറൗണ്ടഡ് ബൈ സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ്. നമ്മൾ സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ കോട്ട്സിനുള്ളിൽ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ ഞാൻ x ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഡബിൾ കോട്ട്സിലാണ്. അങ്ങനെ ഇതിലേക്ക് എക്സിലേക്ക് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടായിരിക്കും. ഇവിടെ ടൈപ്പ് ഓഫ് എക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിങ് എന്ന് കിട്ടും. പിന്നെ പുതിയൊരു വേരിയബിൾ വൈയിലേക്ക് നമ്മൾ എക്സ് പ്ലസ് പുതിയൊരു സ്ട്രിങ് കൊടുക്കണം. ഇവിടെ ഈ പ്ലസ് സിമ്പിള് നമുക്ക് എന്തിനു ഉപയോഗിക്കാമെന്ന് പറഞ്ഞു? 2 സ്ട്രിങ് തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആ പ്ലസ് സിമ്പിൾ ഉപയോഗിക്കാം. പ്ലസ് സിമ്പിൾ ഉപയോഗിക്കാം. അപ്പോ ഇതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? 2y കൊടുക്കുമ്പോൾ ഈ ഹലോ എന്നുള്ളതും വേൾഡ് എന്നുള്ളതും കൂട്ടിച്ചേർത്ത് ഒരൊറ്റ വാക്കായിട്ട്, ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് കിട്ടും. റൺ ചെയ്യുമ്പോൾ ഹലോ വേൾഡ്. അതായത് ഈ 2 സ്ട്രിങ് കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സ്ട്രിങ് ആക്കി മാറ്റി. അത്രയും മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. ഈ അഡീഷൻ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്റ്റാർ 10 എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. എന്നിട്ട് പ്രിന്റ് y കൊടുക്കും. പ്രിന്റ് y കൊടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും കിട്ടുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ 10 തവണ റിപ്പീറ്റ് ചെയ്യും. എക്സ് ഹലോ ആണ്, അപ്പോൾ ഹലോ 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 എന്ന് അങ്ങനെ 10 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കണം. കണ്ടോ? ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സ്പേസ് വരാത്തത്. ഇപ്പൊ നമുക്ക് സ്പേസ് വേണമെങ്കിൽ ഈ ഹലോയുടെ ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പം അഡീഷൻ ആണെങ്കിൽ 2 സ്ട്രിങ് കൂട്ടി യോജിപ്പിച്ച് ഒരൊറ്റ സ്ട്രിങ് ആക്കി മാറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആ സ്ട്രിങ് ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയും തവണ റിപ്പീറ്റ് ചെയ്തിരിക്കും. അതാണ് സ്ട്രിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള 2 ഓപ്പറേഷൻ, അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ വേറൊരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടൈപ്പിന്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചില്ല, അതുപോലെ ഒരു ഫംഗ്ഷൻ സ്ട്രിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ലെങ്ത്. len ബ്രാക്കറ്റിൽ നമ്മൾ സ്ട്രിങ്ങിന്റെ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിന്റെ ലെങ്ത് കിട്ടും. ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാരക്ടർ അതിലുണ്ട്. ഇപ്പൊ ഹലോ വേൾഡ് ആണെങ്കിൽ എത്ര ക്യാരക്ടർ ഉണ്ട്? HELLO, പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട്, WORLD. അപ്പോൾ ഇത് 5, 6, 7, 8, 9, 10, 11 ഇതിന്റെ ലെങ്ത്. ഇവിടെ വൈയുടെ ലെങ്ത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാലോ? വൈയുടെ ലെങ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടണം. 11 അല്ല, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇവിടെ നമ്മൾ 2 സ്പേസ് ഉണ്ട് ഈ ഹലോയ്ക്കും വേൾഡിനും ഇടയ്ക്ക്. ഇവിടെ നമ്മളൊരു അഡീഷണൽ സ്പേസ് കൊടുത്തില്ലേ? ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സ്പേസ് മാറ്റണം. ഇനി റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 11.
ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലെങ്ത് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ലിങ്ക് അയച്ചു തരാം. ഇതിപ്പോ ക്ലോസ് ആവും. 40 മിനിറ്റ് ആവുള്ളൂ. ഞാൻ ക്ലോസ് ചെയ്യാണ്, എന്നിട്ട് വേറെ ലിങ്ക് ഞാൻ അയച്ചു.